ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിലധികം പ്രചാരത്തിലില്ലാത്ത ബേഗൻ ഭർത്ത, അതായത് കത്രിക്ക അതല്ലേ പറയുന്നത്, കത്രിക കൊണ്ടുള്ള നല്ലൊരു ഡ്രൈ കറിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ പൂരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം എണ്ണയോ അല്ലെങ്കിൽ മസാലകളോ ഒന്നും അധികം ഇല്ലാത്ത ഒരു കറി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എണ്ണയില്ലാത്ത കറി ഉണ്ടാക്കാന്ന്. ഇതിന്റെ ഒരു പോർഷൻ, അതായത് തടുക്ക ഇടുന്നതിന് മുമ്പുള്ളവരെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണയില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ കത്രിക്ക കറി, അതായത് ബേഗൻ ഭർത്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 2 കത്രിക്ക, 3 ചെറിയ സവോള, 2 തക്കാളി, ഒരു 5-6 പച്ചമുളക്, ഒരു 8-9 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം ഈ കത്രിക്ക എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡീപ്പായിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കുക. ഒരു 3-4 കട്ടിടാം കേട്ടോ. ഞാൻ ഒരു 3-4 കട്ടിട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഈ വെളുത്തുള്ളികൾ ഇങ്ങനെ കയറ്റി വെക്കാം. നമ്മളിത് വേവിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ, ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിക്ക് ഒരു കുറവ് വരുത്തേണ്ട, നല്ലപോലെ അടി കൊടുക്കുക. കൂടെ നമ്മുടെ പച്ചമുളകും കൂടെ ഇതിൻ്റെ അതിങ്ങനെ അടി കൊടുക്കുക. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയ രീതികളൊന്നുമല്ല. അത് മതി, നമുക്കിതിലൂടെ അടി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ കത്രിക റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ, പറ്റുമെങ്കിൽ കടുകെണ്ണയാണ് പറയുന്നത്. നമ്മളിവിടെ കടുകെണ്ണ നമുക്ക് ടേസ്റ്റ് ആവില്ല. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ. ഇതരം വേണ്ട, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. തക്കാളിയിലും ഒന്ന് അപ്ലൈ ചെയ്യുക. തക്കാളി ഇതിൽ 2 നമ്മൾ ചുട്ടെടുക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എണ്ണ ഇച്ചിരി കൊടുക്കുന്നത്. എണ്ണ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് 2 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഈ സവോള ഒന്ന് മുറിച്ചെടുക്കാം. അത്ര ചെറുതായിട്ടൊന്നും മുറിക്കണ്ട, കാരണം നമ്മൾ കത്രിക്കയുടെ ഒരു ക്രീമിനെസ് കറിക്കകത്ത് വരും. അതുകൊണ്ട് ഇതൊന്നും അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല. സവോള റെഡി. വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ അരിഞ്ഞിടുക, ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു ഇത് ഓപ്ഷണലാണ്, അതായത് തടുക്ക ആക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഇത് 2 നമുക്ക് അരിഞ്ഞേക്കാവുള്ളൂ. ഇത് 2 നമ്മൾ അരിഞ്ഞെടുത്തു. നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. നമുക്കാദ്യം ഈ സ്റ്റൗ ഒന്ന് കത്തിച്ചെടുത്തിട്ട്, എന്നിട്ട് നമ്മുടെ ഈ കത്രിക്ക നല്ല രീതിയിൽ ചുട്ടെടുക്കണം. നമ്മളിത് വേവിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ, ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തേച്ചും മറിച്ചും ഒക്കെ വെച്ച് ചുട്ടെടുക്കുക. ഇതിങ്ങനെ അല്ലെങ്കിൽ എയർ ഫ്രയറില്ല, അതിനകത്ത് വെച്ചും ആക്കടെ കേട്ടോ. ലേശം നല്ല രീതിയിൽ ചുട്ടെടുത്തു. തൊലിയൊക്കെ പൊളിഞ്ഞു വന്ന് ശരിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ആയിട്ടുണ്ട്, എടുത്ത് മാറ്റാം. നമുക്ക് തക്കാളി കൂടെ ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം. അല്ലേ, നല്ല സോഫ്റ്റായി അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ മാറ്റി വെക്കാം. ഈ തക്കാളിയും കൂടെ ചുട്ടെടുക്കാം. ഇത് ഏകദേശമായിട്ടുണ്ട്, നമുക്ക് പിന്നെ മാറ്റാം. നമുക്ക് സ്റ്റൗ ഒന്ന് കുറച്ചേരം മാറ്റി വെക്കാവേ. നമുക്ക് പിന്നെ ഈ തോലൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞ്
ചൂടുണ്ട് കേട്ടോ, ചൂടാറിട്ട് മതി. ഇത് കാണുമ്പോഴേ ഈ പ്രൊസീജിയർ വലിയ സമയമെടുത്താണ്ട് തോന്നും കേട്ടോ, പക്ഷെ അധികം എടുക്കില്ല. ചൂടുണ്ട്, മുളകൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഏകദേശം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഫൈനലായിട്ട് ക്ലീനാക്കി വെക്കാം. ഈ ഭാഗം എടുത്ത് മാറ്റാം. മാക്സിമം അതിൻ്റെ വേസ്റ്റിലെടുത്ത് വേണം കേട്ടോ. തക്കാളിയും അങ്ങനെ തന്നെ, തക്കാളി വിട്ടു, നമ്മൾ ചുട്ടെടുത്ത തുള്ളി പച്ചമുളകും എല്ലാം. എന്നിട്ട് നമുക്കിവനെ നല്ല രീതിയിൽ ഉടച്ചിങ്ങെടുക്കുക. നമുക്കിതിലേക്ക് കുറച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ഇടാം, ആഡ് ചെയ്ത് കൊടുക്കാവേ. നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ടേ. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഓയിൽ ഒഴിക്കണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല, മനസ്സിലായില്ലേ? ഒരു മസാലയില്ല. നമ്മൾ ആദ്യം ഒഴിച്ച ആ എണ്ണ അതും വേണമെങ്കിൽ ഒഴിവാക്കും കേട്ടോ. നമുക്ക് തീരെ എണ്ണ വേണ്ടെങ്കിൽ അതും ഒഴിവാക്കി കളയാം. ചപ്പാത്തി ഇത് കൂടെ സൂപ്പർ കോമ്പിനേഷൻ. ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ വെച്ചാൽ ഇതിനോട് നിന്ന് ഇച്ചിരി സവോളയും വെളുത്തുള്ളിയൊക്കെ അത് വഴറ്റിയോട് ചേർക്കാൻ പോവാം. അന്നേരം അതൊരു വേറൊരു ടേസ്റ്റ് ആവും. അപ്പം നേരെ അതിലേക്ക് പോവാം. അതിനുവേണ്ടി നമുക്ക് ഒന്നും കൂടെ തീ കത്തിക്കാം. ഒരു പാൻ ചട്ടിയാണെങ്കിലും മതി കേട്ടോ. ചൂടായി കഴിയുമ്പോൾ കുറച്ച് കുക്കിംഗ് ഓയിൽ അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വെളിച്ചെണ്ണ ആണെങ്കിലും മതി. ആക്ച്വലി വേണ്ടത് കടുകെണ്ണയാണ്, പക്ഷെ നമ്മളത്ര പ്രിഫർ ചെയ്യാത്ത കാരണമാണ് ഇത് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ജീരകം നോക്കുക. നമ്മൾ കടുക് പൊടിക്കുന്നു, നോർത്തൻസ് ജീരകം പൊടിക്കുന്നു. സോ നമ്മൾ ജീരകം ആഡ് ചെയ്തു. ഈ ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച വെളുത്തുള്ളി ഒന്ന് കൊത്തി അരിഞ്ഞാൽ നന്നായിരിക്കും. ഇതിനൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേ നമ്മുടെ അരിഞ്ഞു വെച്ച സവാള, ഇതിനെ ഒന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. വഴറ്റിയെടുക്കുക എന്ന് പറയല്ലേ, അങ്ങനെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, നമ്മൾ കത്തിരിക്കയിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള മാത്രം ആഡ് ചെയ്യുക. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ബേഗൺ, കത്തിരിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കൊടുത്തു നമ്മളിതിലേക്ക് കുറച്ച് ചെറിയ മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ, മുളക് പൊടി ഒരു സ്പൂണോളം, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മതി. അതൊക്കെ ജസ്റ്റ് ഒരു ഫ്ലേവറിനും കളറിനും വേണ്ടി മാത്രമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ബേഗൺ ഭർത്ത അല്ലെ കത്രിക്ക കറി റെഡിയാണ്. നമുക്കിത്
ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഗാർണിഷ്. അപ്പം നമ്മുടെ ബേഗൻ ബർത്ത റെഡിയാണ്. നമുക്കിതിനെ സെർവ് ചെയ്യാം. ഓഫ്. അപ്പം നമ്മുടെ ബേഗൻ ബർത്ത വിത്ത് ചപ്പാത്തി റെഡിയാണ്. പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഒരു കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മുടെ ബേഗൻ ബർത്ത കത്തിരിക്ക ഡ്രൈ ഫ്രൈ. ഞാൻ എന്താ പറഞ്ഞത് മലയാളം നിൽക്കരുത് കൃത്യമായിട്ട്. എല്ലാവരും ട്രൈ നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണം. സോ ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ കാണും വരെ ഇറ്റ്സ് മിക്കോ സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.